ഗുരുവായൂർ അമ്പലം ഉണ്ടായത് എങ്ങനെയാണെന്നറിയുമോ? ഇന്ത്യയിൽ തിരുപ്പതി അമ്പലം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് ഇതൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയമാണ് ഗുരുവായൂർ. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. അതായത് ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണുവിൻ്റെ രൂപമാണെങ്കിലും പൊതുവെ ഭക്തരെല്ലാം ശ്രീകൃഷ്ണ ഭാവത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ചതുർബാഹുവായ ഭഗവത് രൂപം മനുഷ്യനാൽ നിർമ്മിതമല്ലെന്നും ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ നേരിട്ട് ആരാധിച്ച നാരായണ സ്വരൂപമാണെന്നുമാണ് സങ്കല്പം. മറ്റൊരു വിശ്വാസം, ശ്രീകൃഷ്ണ അവതാര സമയത്ത് ദേവകിക്കും വസുദേവർക്കും കാരാഗൃഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണു രൂപമാണ് ഇതെന്നും വിശ്വസിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ ആരോഹണ സമയത്ത് തൻ്റെ ഭക്തനായ ഉദ്ധവനോട് ഈ ഒരു മഹാവിഷ്ണു വിഗ്രഹം ദേവലോകത്തെ ഗുരുവായ ബൃഹസ്പതിയുടെയും വായുദേവന്റെയും സഹായത്തോടെ ഒരു പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ഗുരുവായ ബൃഹസ്പതിയും വായുവും കൂടി ഈ വിഗ്രഹവുമായി തെക്കുള്ള ഒരു സ്ഥലത്തെത്തി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഗുരുവും വായുവും കൂടി കൊണ്ടുവന്നതാണ് ഈ വിഗ്രഹം. അങ്ങനെയാണ് ഗുരുവായൂർ എന്ന പേര് വന്നത്. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രഥമ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. ഈ വരുന്ന ഡിസംബർ 11-നാണ് ഗുരുവായൂർ ഏകാദശി. ഈ ദിവസം ഗുരുവായൂർ ഏകാദശി മഹോത്സവമായി കൊണ്ടാടണമെന്ന് പറഞ്ഞത് ശ്രീ ശങ്കരാചാര്യ സ്വാമിയാണ്. ഗുരുവായൂരെ വിഗ്രഹം പാതാള അഞ്ജനം കൊണ്ട് തീർത്തതാണെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന് 5000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ഗുരുവായൂരിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഏകാദശി. വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശി ആചരിക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കാനും ഈ ഒരു ഗുരുവായൂർ ഏകാദശിക്ക് കഴിയുമെന്നാണ് വിശ്വാസം. ഏകദേശം 1 മാസത്തോളം ഇതിൻ്റെ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏകാദശി ദിവസം മഹാവിഷ്ണു ദേവഗണങ്ങൾക്കൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളുമെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ ദർശനം പൂർത്തിയാകണമെങ്കിൽ ഭഗവാനെ മാത്രം തൊഴുതാൽ പോരാ, അതോടൊപ്പം തന്നെ സമീപത്തെ ചില ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിക്കണം. മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, തിരുവെങ്കിടം ക്ഷേത്രം, പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവയാണ് ആ ക്ഷേത്രങ്ങൾ. ഇതുകൂടാതെ സമീപത്ത് പ്രധാന കുറച്ച് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രവും പെരുന്തിട്ട ശിവക്ഷേത്രവും. അമ്പലപ്പുഴയിലും ഒരു ഗുരുവായൂർ നടയുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരിലെ വിഗ്രഹം സംരക്ഷിക്കുവാനായി ക്ഷേത്രക്കാർ അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. മഹാരാജാവിൽ നിന്നും മറ്റും പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയ്ക്ക് സമീപമുള്ള ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇത് പ്രതിഷ്ഠിച്ചു. സമീപത്ത് തന്നെ തിടപ്പള്ളിയും കിണറും നിർമ്മിക്കുകയും ചെയ്തു. ഇന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. അമ്പലപ്പുഴ ഗുരുവായൂർ നട എന്നാണ് ഇതറിയപ്പെടുന്നത്. അമ്പലപ്പുഴ അമ്പലത്തിൽ പോകുന്നവർക്ക് ഈ നട കാണാൻ കഴിയുന്നതാണ്. പുന്നത്തൂർ കോട്ടയും ഗുരുവായൂരിനോട് ചേർന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രങ്ങളിലൊന്നാണ് ഗുരുവായൂരിനടുത്തുള്ള പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കോട്ടയിൽ ഗുരുവായൂർ വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് സംരക്ഷിക്കുന്നത്. പഴയം, മുന്നൂലം, പൊട്ടക്കുഴി, കക്കാട് എന്നീ ഇല്ലക്കാരാണ് ഇവിടുത്തെ ഓദിക്കന്മാർ. പന്തീരടി പൂജയ്ക്ക് ശേഷം മേൽശാന്തിയെ സഹായിക്കുന്നത് ഓദിക്കന്മാരാണ്. തന്ത്രി ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ചെയ്യുന്നതും ഈ ഓദിക്കനാണ്. പണ്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഓദിക്കന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. മേൽശാന്തിയെ 6 മാസത്തേക്കാണ് നിയമിക്കുന്നത്. ഈ കാലയളവിൽ മേൽശാന്തി അമ്പല പരിസരം വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. അതായത് പുറപ്പെടാ ശാന്തിയാണ്. കർശനമായിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടതുമുണ്ട്. മേൽശാന്തിയെ സഹായിക്കാൻ 2 കീഴ്ശാന്തിമാരും ഉണ്ടായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ കാരിശ്ശേരിയിലെ 14 നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്നും 1 മാസം 2 ഇല്ലക്കാർ വീതം ഊഴം വെച്ചിട്ടാണ് കീഴ്ശാന്തി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിവേദ്യം പാചകം ചെയ്യുന്നതും ചന്ദനം അരച്ചു കൊണ്ടുവരുന്നതും അഭിഷേകത്തിനും നിവേദ്യത്തിനും മറ്റും ജലം കൊണ്ടുവരുന്നതും ശീവേലിക്ക് തിടമ്പെഴുന്നള്ളിക്കുന്നതും പ്രസാദം വിതരണം ചെയ്യുന്നതുമെല്ലാം കീഴ്ശാന്തിമാരാണ്. പാതാള അഞ്ജനം എന്ന അത്യപൂർവമായിട്ടുള്ള ശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ വിഗ്രഹം. ഈ വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരമുണ്ട്. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹിന്ദു നിയമപ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവവ്യത്യാസമനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച കൈകൾക്കും വ്യത്യാസം കാണാൻ കഴിയും. ഗുരുവായൂരിൻ്റെ ഐതിഹ്യവും
അതേപോലെ അവിടുത്തെ പ്രത്യേകതകളൊക്കെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തത നമുക്ക് അറിയാൻ കഴിയും. ഇത്രയും മഹത്തായ ഒരു പുണ്യ സ്ഥലത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.